ഇത് വളരെ അപമാനകരമാണ്. സർക്കാരിന് അപമാനകരമായ കാര്യമാണ് നടന്നിരിക്കുന്നത്. സർക്കാരിന് പ്രിയപ്പെട്ടവർ ആ ജയിലിലുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. ഗോവിന്ദസ്വാമിയും കൂടി സർക്കാരിന് പ്രിയപ്പെട്ട ആളായിരുന്നു ഇന്നും രാവിലെയാണ് മനസ്സിലായത്. ബാക്കി ഇഷ്ടപ്പെട്ട ആളുകൾ ഒരുപാട് പേരുണ്ട്. സർക്കാരിന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഒരുപാട് പേര് ആ ജയിലിലുണ്ട്. ഗോവിന്ദസ്വാമിയും കൂടി ആ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ഉണ്ടായിരുന്നതെന്ന് ഇന്നാണ് മനസ്സിലായത്. അല്ല, അവരെയൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് തന്നെ അവിടെയുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവരിടയ്ക്ക് പോയി ചോദിക്കും, എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ തമാശയായിട്ടോ അതിശയോക്തിപരമായിട്ടല്ല പറഞ്ഞത്. പുറത്തു നിന്നാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അവർ കൊടുക്കുന്ന മെനുവാണ്, മനസ്സിലായില്ലേ? എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്? ചൈനീസ് ഫുഡാണോ കഴിക്കേണ്ടത്? തണ്ടൂരി ഭക്ഷണമാണോ കഴിക്കേണ്ടത്? അല്ലെങ്കിൽ മലബാറിലെ ഭക്ഷണമാണോ കഴിക്കേണ്ടത്? അവർ എഴുതി കൊടുക്കുന്ന മെനു അനുസരിച്ചാണ് ഭക്ഷണം അവർക്ക് കൊണ്ടേ കൊടുക്കുന്നത്. അവരാവശ്യപ്പെടുന്നതനുസരിച്ച് അവരുടെ ഫോൺ മാറ്റിക്കൊണ്ടിരിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ഫോണേ അവർ ഉപയോഗിക്കുള്ളൂ. അവിടെ നിന്നുകൊണ്ട് അവർ എല്ലാ ക്രിമിനൽ കാര്യങ്ങളെയും നിയന്ത്രിക്കും. അപ്പം ഇവരുടെ എല്ലാ കൺട്രോളാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ ജയിലധികൃതർക്ക് യാതൊരു കാര്യമില്ല. അല്ലാതെ ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടില്ലല്ലോ. ഇവിടെ നിന്ന് അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇയാളെ പോലത്തെ ഒരാൾക്ക്, ഇത്രയും ഒരു കൈക്ക് സ്വാധീനം ഇല്ലാത്ത ഒരാൾക്ക്, ഏകാന്ത തടവിൽ കിടന്നിരുന്ന ഒരാൾക്ക്, അയാൾ എത്രയോ ദിവസം കൊണ്ടായിരിക്കും ഇത് മുറിച്ചെന്ന് പറയുന്നത്.